ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു വെഡ്ഡിംഗ് കേക്കിൻ്റെ വർക്ക് കാണാം. ഫ്രഷ് ഫ്ലവേഴ്സ് കൊണ്ടാണ് ഈ കേക്ക് ചെയ്യുന്നത്. ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് കേക്ക് ചെയ്യുമ്പോൾ എല്ലാവർക്കും സംശയം കാണും, ഇത് ഫ്രഷ് ആയിട്ടിരിക്കുമോ, സുരക്ഷിതമാണോ എന്നൊക്കെ. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. പൂക്കൾ തലേ ദിവസമേ വാങ്ങാതെ എന്നാണോ ഡെലിവറി ചെയ്യുന്നത് അന്ന് രാവിലെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. പൂക്കൾ ഫ്രിഡ്ജിൽ വെക്കരുത്, എന്നാൽ പെട്ടെന്ന് വാടിപ്പോകും. ഇതുപോലെ ഒരു ഗ്ലാസ് ഐസ് വാട്ടർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പൂക്കളുടെ തണ്ട് സൈഡ് ചരിച്ച് കട്ട് ചെയ്തിട്ട് ഇറക്കി വെക്കണം. അപ്പോൾ പൂക്കൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ അരമണിക്കൂറോ 1 മണിക്കൂറോ മുന്നേ ഇത് കേക്കിൽ ഫിക്സ് ചെയ്യാവൂ. വെള്ളത്തിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഇലകൾ വെള്ളത്തിൽ തട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇലകളൊക്കെ മാറ്റിയിട്ട് വേണം വയ്ക്കാൻ, ഇല്ലെങ്കിൽ വെള്ളം പെട്ടെന്ന് ചീത്തയായി പോകും. തലേ ദിവസമേ പൂക്കൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരുപാട് വിരിഞ്ഞ പൂവ് വാങ്ങാതെ മൊട്ടായിട്ടുള്ള പൂവ് വാങ്ങാൻ ശ്രദ്ധിക്കണം. അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന സമയമാകുമ്പോൾ പൂക്കൾ പതിയെ വിരിഞ്ഞു തുടങ്ങും. അതും ഇതുപോലെ തണ്ട് സൈഡ് ചരിച്ച് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിറക്കി വെക്കണം. അപ്പോൾ കേക്കിൽ വെക്കുന്നതിന് മുന്നേ തന്നെ ആ മുട്ടയ്ക്കൊന്ന് നല്ല രീതിയിൽ വിരിഞ്ഞു വരും. പിന്നെ കട്ട് ചെയ്യാനായിട്ട് കത്രിക യൂസ് ചെയ്യാതെ ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് വേണം ഇതുപോലെ കട്ട് ചെയ്യാൻ. ജിപ്സം ഫ്ലവറും പെട്ടെന്ന് വാടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അതും ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം. ജിപ്സത്തിൻ്റെ തണ്ട് വളരെ നേരിയ തണ്ടായതുകൊണ്ട് കേക്കിൽ വെക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബഞ്ചസ് ആയിട്ട് എടുത്തിട്ട് ക്ലിംഗ് റാപ്പോ സെല്ലോ ടാപ്പോ അലുമിനിയം ഫോയിലോ കൊണ്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്യുന്നതിന് മുന്നേ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ടോ ഒരു കോട്ടൺ തുണി കൊണ്ടോ ഈ തണ്ടിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് കളയണം. എന്നിട്ട് വേണം ഇത് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാനായിട്ട്. ഒരിക്കലും പൂക്കൾ ഡയറക്റ്റായിട്ട് കേക്കിൽ വെച്ച് കൊടുക്കരുത്. കാരണം ഈ തണ്ടിൽ എന്തെങ്കിലും കറയോ വിഷാംശമോ ഉണ്ടെങ്കിൽ അത് കേക്കിൽ പറ്റും. അതുകൊണ്ടാണ് ഇതെപ്പോഴും ഒരു ക്ലിംഗ് റാപ്പോ സെല്ലോ ടാപ്പോ അലുമിനിയം ഫോയിലോ കൊണ്ട് ചുറ്റിയിട്ട് കേക്കിൽ വെക്കാൻ പറയുന്നത്. പൂക്കൾ തിരഞ്ഞെടുക്കുമ്പോഴും വിഷാംശമില്ലാത്ത പൂക്കൾ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ റോസൊക്കെ ആണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പൂക്കൾ കേക്കിൽ വെക്കുന്നതിന് മുന്നേയും വിരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളത്തിൽ ഈ തണ്ട് ഒന്ന് ഇറക്കി വെച്ചാൽ മതി. ഇതുപോലെ സൈഡ് ചരിച്ച് കട്ട് ചെയ്തിട്ട് ഇറക്കി വെച്ചാൽ മതി. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ പൂക്കളൊക്കെ ഒന്ന് വിരിഞ്ഞു വരും. പൂക്കളൊക്കെ ഞാനിവിടെ ക്ലിംഗ് റാപ്പ് കൊണ്ട് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കേക്കിലേക്ക് വെച്ച് കൊടുക്കാം. ഡെലിവറി ചെയ്യുന്നതിന് അരമണിക്കൂർ മുന്നേ മാത്രം വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കാം. അപ്പോൾ നല്ല ഫ്രഷായിട്ട് കേക്കും പൂക്കളും ഇരുന്നോളും. ജിപ്സം ഫ്ലവർ ചെറിയ ചെറിയ തണ്ടായിട്ട് വെക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കേക്കിലൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തേക്ക് വേണം ജിപ്സം ഫ്ലവർ വെച്ച് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തണ്ട് കയറത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.